ആക്ച്വലി ഈ വീട് അതിൻ്റെ ഓറിയൻറ്റേഷൻ സൗത്ത് ഭാഗത്തേക്കാണെങ്കിലും ഇതിൻ്റെ എൻട്രൻസ് ഡോർ വരുന്നത് ഈസ്റ്റ് ഭാഗത്തു നിന്നായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഈ എൻട്രൻസ് മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്ത് സൗത്ത് സൈഡിലേക്ക് തന്നെ ഇതിൻ്റെ ഫേസ് മാറണം എന്ന അർത്ഥത്തിൽ ഇവിടെയുള്ള 2 ബെഡ്റൂമിന് ഇടയ്ക്ക് കിടക്കുന്ന ടോയ്ലറ്റ് ഡിമോളിഷ് ചെയ്തിട്ട് സൗത്ത് ഭാഗത്ത് നിന്ന് തന്നെ എൻട്രൻസ് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് 80s ഒരു എക്സ്റ്റൻഷൻ നടന്നു ഞാൻ പറഞ്ഞു. അതിൻ്റെ മുന്നേ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇത്രയും ഭാഗം ഒരു പഴയൊരു ഓടിട്ട സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ അതുപോലെ ഇവിടെ ഒരു ഓടിട്ട സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഇത് രണ്ടും നമ്മൾ ഡിമോളിഷ് ചെയ്തു. ഇത് ഡിമോളിഷ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ പ്ലാൻ ചെയ്തു. ഈ ഡിമോളിഷ് ചെയ്ത ഭാഗത്ത് പുതിയൊരു കൺസ്ട്രക്ഷൻ ആഡ് ചെയ്യുകയും ചെയ്തു. എൻട്രൻസ് സൗത്ത് ഭാഗത്തേക്ക് മാറ്റിയോടുകൂടി ഇതിൻ്റെ മൊത്തം കയറി വരുമ്പോൾ ആംബിയൻസ് മാറി. വലിയ സ്പേസിലേക്ക് കയറി വരുന്നൊരു ഫീൽ ഉണ്ടാവുകയും ചെയ്തു. ദെൻ അതിൻ്റെ റൈറ്റ് സൈഡ് ഉണ്ടായിരുന്ന ബെഡ്റൂം പിന്നീട് ലിവിങ് റൂമായിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ഈ ഡൈനിങ്ങിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഈ ഭാഗത്തേക്ക് പാഷ്യോ ആഡ് ചെയ്യുകയും ചെയ്തു. നിലമ്പൂർ ഹൈ റേഞ്ച് അവിടെ ഇങ്ങനെ ഒരു കൊളോണിയൽ സ്റ്റൈൽ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊളോണിയൽ സ്റ്റൈലിലേക്ക് എത്തിപ്പെടാൻ? ആക്ച്വലി ഈ പ്രോജക്റ്റ് റെനോവേഷൻ പ്രോജക്റ്റാണ്. ഏർലി 80s ഇതിൻ്റെ പ്രൈമറി സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. നിലമ്പൂർ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ റേഞ്ച് റീജിയനാണ്, ഫോറസ്റ്റ് റീജിയനാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു റീജിയൻ ആകുമ്പോൾ അത്രയും സ്പീഷീസും സറൗണ്ടിങ്സിൽ ഗ്രീനറി ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അത്തരമൊരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും കൊളോണിയൽ സ്റ്റൈലിലൊരു വീടിനെ
അത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലയൻറ്റ് ഡിസ്കഷനിൽ ഈ ഒരു സെഷൻ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട് ഫൈനൽ ചെയ്തത്. നമുക്ക് കേരളത്തില് അതൊരു കൊളോണിയൽ സ്റ്റൈൽ എല്ലാവരും പറയുകയൊക്കെ ചെയ്യെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്വാഭാവികമായിട്ടും കൊളോണിയൽ സ്റ്റൈൽ നോർമലി ട്രഡീഷണൽ ആർക്കിടെക്ചർ ചെയ്യുന്നതിനപ്പുറം കുറച്ചുകൂടി ഡീറ്റെയിലിങ്സിലേക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇതാണ്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ എൻട്രൻസ് സെൻറ്ററിലായിരിക്കും. സെൻട്രലി ഒരു സ്റ്റെയർ കേസ് പ്ലേസ് ചെയ്യാം. നമുക്ക് കാണാൻ പറ്റില്ല രണ്ട് ഭാഗത്തേക്കും കയറി അതൊക്കെ കൊളോണിയൽ സ്റ്റൈലിൽ പറയാം. നമ്മുടെ ഈ കൊളോണിയൽ സ്റ്റൈലും നമ്മുടെ ഒരു കേരള ട്രഡീഷൻ നമ്മൾ ഒരുപാട് ബന്ധമുണ്ടോ? നമുക്ക് കാണുമ്പോൾ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ കൊളോണിയൽ സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് സ്ലോപ്പ് റൂഫ്. രണ്ടാമത് ഈ പറഞ്ഞ ഡീറ്റെയിലിങ്സ് ചെറിയ കാര്യങ്ങളിൽ പോലും ഓർണമെന്റേഷൻ ഒക്കെ ട്രഡീഷണൽ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം ചെറിയ ഓർണമെന്റേഷൻ വർക്കുകളൊക്കെ ഈ കൊളോണിയൽ സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ കൊളോണിയൽ വാളില് ശരിക്കും അവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു വുഡാണ് അല്ലെ? അപ്പൊ ആ വുഡ് നമ്മൾ അധികം ഇവിടെ നമ്മൾ ഒരു വാളില് എക്സ്റ്റീരിയർ വാളില് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നില്ല. അതിനൊരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ ഒരു വാളില് വരുന്ന ഡീറ്റെയിലിംഗ്? ഈ വാളിനകത്ത് കാണാൻ കുറെ ഗ്രൂസ് വെച്ചിട്ടുള്ള ഇപ്പൊ സന്യ പറഞ്ഞ പോലെ തന്നെ കൊളോണിയൽ ഹൗസസിൽ സാധാരണ വുഡാണ് നന്നായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ അത് നല്ല തണുപ്പുള്ള റീജിയനിലാണ് ഈ വുഡ് യൂസ് ചെയ്യാറ്. സ്ലോപ്പ് പ്രൂഫ് നോർമൽ ട്രഡീഷണൽ കേരള ഹൗസസിൽ ഇത്രയും സ്ലോപ്പ് കൊടുക്കാറില്ല. ഇതൊരു 40-45 ഡിഗ്രി ഒക്കെ സ്ലോപ്പ് കൊടുക്കാറുണ്ട്. നോർമലി ട്രഡീഷണൽ ഹൗസസിൽ 30 ഡിഗ്രി അല്ലെങ്കിൽ 25 ഡിഗ്രി 35 ഡിഗ്രി ഒക്കെ മാക്സിമം കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം കൊളോണിയൽ ഹൗസസിൽ ചെയ്യാനുള്ള കാരണം സ്നോഫാൾ കൂടുതലായിരിക്കും. അപ്പോൾ സ്നോ അത് പെട്ടെന്ന് ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോപ്പ് കൊടുക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് നമുക്കൊരിക്കലും ഒരു റിനോവേഷൻ പ്രൊജക്റ്റ് ആണെന്ന് ഒരിക്കലും കണ്ടാൽ തോന്നിക്കില്ല. ഈ റിനോവേഷൻ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഭയങ്കര കെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട് റിനോവേഷൻ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കുറക്കാൻ പറ്റും. ആക്ച്വലി അത് നമ്മൾ എത്രത്തോളം റിനോവേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിന്റെ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തത്. ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് റെനോവേഷൻ ആയതുകൊണ്ട് നമുക്ക് കോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ റെനോവേഷൻ ചെയ്യുന്നത് പല കാരണങ്ങളാണ്. ഈ ഒരു വീട് റെനോവേഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം അവർക്ക് ഈ ഒരു സ്ഥലം വിട്ടു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മളിതിന്റെ ഒരു ഡീറ്റെയിലിംഗിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫേർണിച്ചേഴ്സിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ? അതും വുഡ്. അത് നമുക്ക് ഈസി അവൈലബിൾ ആണോ ഇവിടെ, അതോ നമ്മളത് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശ്രദ്ധിച്ചറിയാം, ഇവിടെ ഉപയോഗിച്ച ഫേർണിച്ചേഴ്സ് മിക്കവാറും കുറച്ച് ഓർണമെന്റേഷൻ ഉള്ള ഫേർണിച്ചേഴ്സാണ്. ഒരു അതായത് നോർമലി മിനിമൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റുള്ള ഫേർണിച്ചേഴ്സ് അല്ല. ഫോർ എക്സാമ്പിൾ അതിന്റെ കട്ടില്, സോഫ, അതൊക്കെ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ മാച്ച് ചെയ്യുന്ന രൂപത്തിലാണ്. അത്തരം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ലേബേഴ്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. മാത്രമല്ല അത് സോഴ്സ് ചെയ്യാനുള്ള ഷോപ്പുകളും ഉണ്ട് അവൈലബിൾ ആണ്. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു റിനോവേഷൻ പ്രൊജക്ട് ആയതുകൊണ്ട് ഇവിടുത്തെ ഫേർണിച്ചേഴ്സ് കുറെ ഹെൽപ്പ് ആയിട്ടുണ്ടാവില്ലേ ഈ ഒരു പ്രൊജക്ടിന്? ഈ പ്രൊജക്ടിനകത്ത് ഒരുപാട് ഏരിയകളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചർ ഉപയോഗിച്ചിട്ടുണ്ട്. ചെയർസ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, സോഫ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഹാൻഡ് റെയിൽ നമ്മൾ ഔട്ട്ഡോർസിന്റെ ചില ഭാഗങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡൈനിങ് ടേബിൾ ഒക്കെ യൂസ് ചെയ്തു. സീലിംഗ് കോഡായിട്ട് ഒന്നും ചെയ്യാതെ സ്റ്റൈൽ മാച്ച് ചെയ്യുന്ന രൂപത്തിൽ ആ സ്ലോപ്പ് കീപ്പ് ചെയ്തിട്ട് അതിൽ സ്റ്റീൽ മെമ്പേഴ്സ് ഇടയ്ക്ക് റാഫ്റ്റേഴ്സ് പോലെ ആഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിലാണ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ലൈറ്റ്, നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റ്, ഹാൻഡ് റെയിലിന്റെ പാറ്റേൺ, ഹാൻഡിൽസിന്റെ പാറ്റേൺ, അതേപോലത്തെ സ്റ്റെയർ കേസ് ഒരു മൊറോക്കൻ ടൈലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അതും അതിന്റെ ഒരു സ്ട്രക്ചർ അത് ആദ്യത്തെ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഡിമോളിഷ് ചെയ്തിട്ട് ഈ ഒരു സ്പേസിനോട് നീതി പുലർത്തുന്ന രൂപത്തിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്സ് കയറുമ്പോൾ ക്ലോസ്ഡ് ആയിട്ട് പിന്നെ ഒരു ഫ്ലോട്ടിംഗിലേക്ക് അത് ഫസ്റ്റ് സ്റ്റെപ്പ് ഭയങ്കര സോൾഡ് ആയിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലൈറ്റ് ഒരു ഓപ്പൺ സീ ത്രൂ സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 5 റൂംസ് അല്ല, മെയ്ഡ് റൂംസും കൂടിയിട്ടുണ്ടെങ്കിൽ റൂം കൂടെ ഒരു 5 to 6 റൂംസ് ആണ് ഇതില്. അതിൽ ഏറ്റവും കൂടുതൽ ഭംഗി മാസ്റ്റർ ബെഡ്റൂം, പോസ്റ്റർ ബെഡ്സും ഒക്കെ കൊടുത്തിട്ട് വളരെ. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് കിച്ചൺ, അതിലും നിങ്ങൾക്ക് കിച്ചണിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ക്ലയൻസിന് അവരുടെ അഭിപ്രായം ഉണ്ടായിരുന്നോ തോന്നുന്നു? സ്വഭാവമായിട്ടും ഒരു ഹോം മേക്കർ ഇവരെ ഈ ക്ലയന്റ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കിച്ചണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 കിച്ചണാണ് ഇതിനകത്ത് ഉള്ളത്. ഒരു വർക്കിംഗ് കിച്ചണും ഒരു ഫോമൽ കിച്ചൺ. ഫോമൽ കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ളത്. ഒരു ഐലൻഡ് കിച്ചൺ പോലെ
എന്നാൽ ആ ഐലൻഡ് സ്പേസ് നമുക്ക് മൂവ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് വലിയ കിച്ചണാക്കി മാറ്റാൻ പറ്റും. ഇതൊരു തറവാട് വീട് കൂടിയാണ്, അതായത് ഇവരെ ഫാമിലി മൊത്തം ഗ്യാദർ ചെയ്യുന്നൊരു വീട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടാണ് കിച്ചണൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ഡബിൾ ഹൈറ്റ് രീതി ഭയങ്കരമായിട്ടൊരു ഭംഗി ഈ വീടിന് നൽകുന്നുണ്ട്. അത് ആദ്യം തന്നെ ഡബിൾ ഹൈറ്റിലായിരുന്നു, അതോ നിങ്ങൾ അതങ്ങനെ ചെയ്തതാണോ? കൊളോണിയൽ ഹൗസസിന്റെ പ്രത്യേകത ഹൈറ്റുള്ള റൂംസ് ആയിരിക്കും. അത്തരം സ്പേസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബോധപൂർവ്വം നമ്മൾ കുറച്ചുകൂടെ ഡബിൾ ഹൈറ്റ് സ്പേസസ് ക്രിയേറ്റ് ചെയ്തു. അതുവഴി ഒരു വിഷ്വൽ ഇന്ററാക്ഷൻ, ഒരു കണക്ടിവിറ്റി ഒക്കെ കിട്ടുന്ന രൂപത്തിലാണ് അത്തരം ഡബിൾ ഹൈറ്റ് സ്പേസസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള മാഹിർ ആലം നമ്മുടെ ആർട്ടിക്സ് ആർക്കിടെക്ചറിന്റെ CEO പാർട്ട്ണറൊക്കെയാണ്. അപ്പോൾ ഒരുപാട് നന്ദി ഇതുപോലുള്ളൊരു ഭംഗിയായിട്ടുള്ളൊരു വീട്, കൊളോണിയൽ വീട് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നതിലൊക്കെ. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ ഇനിയും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറക്കരുത്. നന്ദി, നമസ്കാരം.